ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വുഡൻ്റെ, അതായത് ജിയെയും വുഡനും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മൾ മരം വെച്ച് എങ്ങനെ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമേ തന്നെ ജിയുടെയാണ് മൊത്തം ഫ്രെയിം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ജിയുടെ പൈപ്പുകൾ വെച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ലാൻഡിങ്ങും ചെയ്തു. അതിനുശേഷം ഏറ്റവും മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പണ്ടത്തെ പോലെ എല്ലാ സ്റ്റീൽ കാര്യങ്ങളേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇപ്പോൾ ജിയെ വെച്ച് വുഡൻ വെച്ച് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഓരോ ട്രെൻഡ് ചേഞ്ച് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടാൽ ഈ ചെയ്തിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. സെൻറ്ററിലൂടെ ഒരു ബീം കൊടുത്തതിന് ശേഷം അതെല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് ആ ബീമിൽ കറക്റ്റ് ചെയ്ത് ഡ്രിൽ ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. വെൽഡ് ചെയ്ത് കാര്യങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം ജിയുടെ തന്നെ ഫ്രെയിമാണ് അവിടെ ഓൾറെഡി ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഫ്രെയിം, അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. നല്ല ഫ്രെയിം തന്നെ സൈഡിൽ മൊത്തം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നമ്മൾ മാത്രമേ വെൽഡിങ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ അറ്റത്തേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും കോർണറിലേക്ക് ചവിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഷെയ്ക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലായിരുന്നു. പക്ഷെ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഈക്വലായിട്ട് തന്നെ സെയിം ലെവലിൽ തന്നെ ഉണ്ടാകും. ആദ്യമേ തന്നെ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മരത്തിൻ്റെ കറക്റ്റ് വരുന്ന ലെങ്ത്തിൽ വരുന്ന പീസ് കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പിച്ചിരിക്കുന്ന രീതി നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഈ സൈഡിൽ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് സൈഡിൽ നിന്ന് നമുക്ക് ജി കാണാത്ത രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ ഉണ്ടാകും. ആ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അതിലേക്ക് താഴെ ഇറക്കിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് മരം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ മരം ജിയെയും തമ്മിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, പല സ്ഥലങ്ങളിലും അതായത് സ്പേസ് കുറവാകുന്നതനുസരിച്ചിട്ട് കുത്തനെ സ്റ്റെയർ ചെയ്യാറുണ്ട്. കുത്തനെ സ്റ്റെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടുകാല് വേദന കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നമുക്ക് വരും. അപ്പോൾ സ്റ്റെയർ അനുസരിച്ച് തന്നെ എണ്ണം കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു കുത്തനെ കയറ്റം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്കാണെങ്കിലും സ്റ്റെയർ കയറുന്ന സമയത്ത് മുട്ടുകാല് വേദന വരും. ഇത് നമുക്ക് സ്റ്റെപ്പ് കയറാൻ അറിയില്ലാത്ത രീതിയിൽ, അതായത് കയറി പോകുകയാണെന്നത് അറിയാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ ചരിവ് കൊടുത്തിട്ട് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടി ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരു സൈഡ് ഭിത്തിയിലേക്ക് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഒരെണ്ണം കൊടുത്തു, അതിനുശേഷം സൈഡിലെ ഭിത്തിയിലേക്ക് വെൽഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും സേഫ്റ്റി കാര്യങ്ങളൊന്നും യാതൊരു കാര്യങ്ങളോ വരുന്നില്ല. ഇവിടെ മാത്രമുണ്ട് സെൻറ്ററിൽ വന്ന് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേഞ്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്ന മരം വെച്ചതിന് ശേഷം പോളിഷ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അതായത് നാച്ചുറൽ രീതിയിൽ തന്നെ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ വുഡൻ്റെ ഈ പറയുന്ന സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മരം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരം ഉപയോഗിക്കാം. സ്ട്രോങ് ആയ മരം ഉപയോഗിക്കുക. അതായത് പൊട്ട് വീഴാത്ത രീതിയിലുള്ള മരം, അതായത് എത്ര കാലം കഴിഞ്ഞാലും പൊട്ട് വീഴാത്ത രീതിയിലുള്ള നല്ല മരത്തിന് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതുപോലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല നാച്ചുറലായിട്ട് പോളിഷ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ആ നാച്ചുറൽ എഫക്റ്റ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുമാത്രമല്ല, ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടാൻ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.